ആൽക്കഹോൾസിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സിനെ പറ്റി പഠിക്കാം. ആദ്യത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ്. ആൽക്കഹോൾസിനെ ഡീഹൈഡ്രേഷൻ സംഭവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈതേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്? ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ റിമൂവൽ ഓഫ് വാട്ടർ മോളിക്യൂളാണ്, അല്ലേ? ആൽക്കഹോൾസ് അണ്ടർഗോ ഡീഹൈഡ്രേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് പ്രോട്ടിക് ആസിഡ് ലൈക്ക് H2SO4, H3PO4 etc. റിസൾട്ട്സ് ദ ഫോർമേഷൻ ഓഫ് ഈതേഴ്സ്. ആൽക്കഹോളുകൾക്ക് പ്രോട്ടിക് ആസിഡ് ആയിട്ടുള്ള H2SO4ൻ്റെയോ H3PO4ൻ്റെയോ എല്ലാം പ്രസൻസിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ് ഈതർ എന്ന് പറയുന്നത്. എന്നാൽ ആൽക്കഹോൾസിന് ഇങ്ങനെ ഡീഹൈഡ്രേഷൻ നടത്തുമ്പോൾ അവിടുത്തെ റിയാക്ഷൻ കണ്ടീഷൻസ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. റിയാക്ഷൻ കണ്ടീഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഈതറോ അതുമല്ലെങ്കിൽ ആൽക്കീനോ ആയിട്ട് മാറുന്നു. ഒരു എക്സാമ്പിൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് എഥനോളിനെ കൺസിഡർ ചെയ്യാം. എഥനോൾ അണ്ടർഗോ ഡീഹൈഡ്രേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് H2SO4 and at 443 Kelvin gives corresponding alkene, that is ethene. ഇവിടെ റിയാക്ഷൻ ടെമ്പറേച്ചർ ഏകദേശം 443 Kelvin ആണ്. ഈ റിയാക്ഷൻ ടെമ്പറേച്ചറിൽ ആൽക്കഹോളിന് H2SO4ൻ്റെ പ്രസൻസിൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ചുകൊണ്ടുണ്ടാകുന്നത് ഒരു ആൽക്കീനാണ്, അതായത് ഈതീൻ. എന്നാൽ ഇതേ ആൽക്കഹോൾ തന്നെ ഏകദേശം 413 Kelvinൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ് എത്തോക്സി ഈതെയിൻ, അതായത് ഈതർ. ഇപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? റിയാക്ഷൻ കണ്ടീഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ആൽക്കഹോളിൻ്റെ ഡീഹൈഡ്രേഷൻ നടന്നുണ്ടാകുന്ന പ്രൊഡക്റ്റിലും വ്യത്യാസം ഉണ്ടാകുന്നു. ആൽക്കഹോളിന് ഡീഹൈഡ്രേഷൻ സംഭവിച്ചുകൊണ്ടാണ് ഈതേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ഈതർ ഉണ്ടാകുന്ന റിയാക്ഷൻ ഒരു SN2 റിയാക്ഷന് ഉദാഹരണമാണ്, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക്, ബൈമോളിക്കുലാർ റിയാക്ഷൻസ്. ആൽക്കഹോൾസിന് ഡീഹൈഡ്രേഷൻ സംഭവിച്ചുകൊണ്ട് ഈതേഴ്സ് ഉണ്ടാകുന്ന മെത്തേഡിൻ്റെ മെക്കാനിസം നമുക്കൊന്ന് പഠിക്കാം. ഇങ്ങനെ ആൽക്കഹോളിൽ നിന്നും ഈതർ ഫോം ചെയ്യുന്ന റിയാക്ഷൻ മെക്കാനിസത്തിൽ പ്രധാനമായിട്ടും 3 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കഹോൾ. നമുക്കറിയാവുന്ന പോലെ തന്നെ ആൽക്കഹോൾസിന് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത് ഒരു പ്രോട്ടിക് ആസിഡിൻ്റെ പ്രസൻസിലാണ്. സാധാരണയായിട്ട് സൾഫ്യൂരിക് ആസിഡാണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഉള്ള ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റിൻ്റെ പ്രസൻസിൽ ആൽക്കഹോളിന് പ്രോട്ടോണേഷൻ സംഭവിക്കുന്നു. ആൽക്കഹോളിന് പ്രോട്ടോണേഷൻ സംഭവിച്ചുകൊണ്ട് പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ഉണ്ടാകുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, CH3CH2OH എന്ന എഥനോളിലേക്ക് H+ ആഡ് ചെയ്യപ്പെടുന്നു. ഈ H+ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ നിന്നോ ഫോസ്ഫോറിക് ആസിഡിൽ നിന്നോ ഒക്കെയുള്ള H+ ആണ്. പ്രോട്ടിക് ആസിഡിൽ നിന്നുള്ള H+ ആണ്. ഈ H+ ആഡ് ചെയ്യപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവിടെ ഓക്സിജൻ ഇലക്ട്രോനെഗറ്റീവ് ആണ്, ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. ഈ ഇലക്ട്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് H+ന് ഇവിടെ ഒരു പുതിയൊരു ബോണ്ട് ഫോം ചെയ്തുകൊണ്ട് പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള പ്രോട്ടോണേറ്റഡ് ആൽക്കഹോള് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കൂ. ദ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോളിലേക്ക് ഒരു അൺപ്രോട്ടോണേറ്റഡ് ആൽക്കഹോള് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടത്തുന്നു. പ്രോട്ടോണേറ്റഡ് ആൽക്കഹോളിലേക്ക് ഒരു അൺപ്രോട്ടോണേറ്റഡ് ആൽക്കഹോള് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടത്തുന്നു. ഇവിടെ അൺപ്രോട്ടോണേറ്റഡ് ആൽക്കഹോളിൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ ആറ്റം ഉണ്ട്. അതിന് ചുറ്റും 4 ലോൺ പെയർ, അതായത് 2 ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസും കാണാനായിട്ട് സാധിക്കും, 4 ഇലക്ട്രോണുകൾ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഓക്സിജൻ പ്രോട്ടോണേറ്റഡ് ആയിട്ടുള്ള ആൽക്കഹോളിലേക്ക് ഇലക്ട്രോഫിലിക് അറ്റാക്ക് നടക്കുകയും പുതിയൊരു ബോണ്ട് ഫോർമേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ ഉണ്ടാകുന്നത്. ഇവിടെ നോക്കൂ, ഓക്സിജനിൽ നിന്ന് പുതിയൊരു ബോണ്ട് CH2ലേക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല അതോടൊപ്പം തന്നെ 1 മോളിക്യൂൾ ഓഫ് വാട്ടർ റിമൂവ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന സെക്കൻഡ് സ്റ്റെപ്പിലെ പ്രൊഡക്റ്റിൽ നിന്ന് ഒരു പ്രോട്ടോൺ ലോസ് ചെയ്യപ്പെട്ടിട്ടാണ് കറസ്പോണ്ടിങ് ഈതർ ഉണ്ടാകുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു സ്പീഷീസിൽ നിന്നും H+, അതായത് പ്രോട്ടോൺ റിമൂവ് ചെയ്യപ്പെട്ട് കറസ്പോണ്ടിങ് ഈതർ ഉണ്ടാകുന്നു. ഇപ്പോൾ എഥനോൾ എന്ന ആൽക്കഹോളിൽ നിന്നും ആണെങ്കിൽ എഥനോൾ
എന്ന ആൽക്കഹോളിന് ഡീഹൈഡ്രേഷൻ സംഭവിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ഈതർ എന്ന് പറയുന്നത് എത്തോക്സി ഈഥെയ്നാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആൽക്കഹോൾസിൽ നിന്നും ഈതേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷൻസിൻ്റെ മെക്കാനിസം എഴുതാനായിട്ട് സാധിക്കും. ഈ ഒരു റിയാക്ഷനെ പറ്റി പറയുമ്പോൾ ഈ റിയാക്ഷൻ സാധാരണയായിട്ട് നടക്കുന്നത് SN2 റിയാക്ഷനാണ്, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ റിയാക്ഷൻ. ആൽക്കഹോൾസിൽ SN2 മെക്കാനിസം നടക്കുക വഴി മാത്രമേ ഈതർ എന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുകയുള്ളൂ. SN1 മെക്കാനിസം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മെയിൻ പ്രൊഡക്റ്റായിട്ട് ഫോം ചെയ്യുന്നത് എപ്പോഴും ആൽക്കീൻ ആയിരിക്കും.